ഹലോ. അപ്പൊ കൊറേ നാളായി നമ്മള് ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. സോ വെൽക്കം ടു AR ടോക്സ്. ഇന്ന് എന്താ ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ മാധവ് സുരേഷ് അശ്വന്ത് കോക്ക് ഇഷ്യൂ നമ്മുടെ കേരളം അങ്ങ് കത്തുകയാണ്. അങ്ങനെ അശ്വന്ത് കോക്കിനെ പറ്റിയിട്ട് നമ്മുടെ മാധവ് സുരേഷും നമ്മുടെ താടിക്കാരും പ്രൊഡ്യൂസറും അവരത് ഉണ്ടാക്കുന്നു. അതിനൊരു നമ്മുടെ കോക്കിനെ നമ്മുടെ മാസായിട്ട് പ്രതികരിക്കുന്നു. അതിനുശേഷം മാധവ് സുരേഷും ചെറിയ രീതിയിൽ ഒരു മാപ്പപേക്ഷ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ആ രീതിയിലുള്ള റിയാക്ഷൻ ഒക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നി ഒന്ന് വീഡിയോ ഇടുന്നത്. എന്റെ കൂടെ നമ്മുടെ റിജോ ഉണ്ട്. ഹായ്, നമസ്കാരം. ഈ പ്രസ് മീറ്റ് ഞാൻ ആക്ച്വലി ഈ പുള്ളിയുടെ ഈ കോക്കിന്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രസ് മീറ്റ് കണ്ടത്. ശനിയാഴ്ച കണ്ടാണ് കോക്ക് വീഡിയോ ഇട്ടത്. അപ്പൊ നമ്മള് ദൃശ്യം 3 മൂവി ശനിയാഴ്ച പോയത്. അപ്പൊ പോകുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഞാൻ അവന്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവനാണ് ഇങ്ങനെ പറഞ്ഞ രാത്രി പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എനിക്കിത് കണ്ടപ്പോ ഇതിനകത്ത് വലിയ ഇന്നലെ പുള്ളി ആരോപിക്കുന്നുണ്ടായിരുന്നു, പുള്ളി മറ്റേ അച്ഛനെ പറഞ്ഞു ഏട്ടനെ പറഞ്ഞു. എനിക്ക് തോന്നിയൊന്നുമില്ല. പുള്ളി അതിനകത്ത് ആകെ എന്താ പറയാ, ഞാൻ നിന്റെ അച്ഛന്റെ ഫാനാടാ, നിന്റെ അച്ഛന്റെ ടൈഗർ ചിന്താമണി കൊലക്കേസിൽ ഇന്ന ഡയലോഗ് വന്നപ്പോ ഞാൻ കൈയടിച്ചിട്ടുണ്ട്, ഞാൻ ടൈഗറിന് ഞാൻ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, പിന്നെ ഗൂഗിൾ സുരേഷിന് ഞാൻ മറ്റേ പുള്ളിയുടെ എല്ലാ പടത്തിനും ഞാൻ പോസിറ്റീവ് റിവ്യൂ, പല പടത്തിനും ഞാൻ പോസിറ്റീവ് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് ശരിയാണ്. പുള്ളി ലാസ്റ്റ് മറ്റേ ഗഗനാചാരിക്കൊക്കെ പുള്ളി നല്ല പോസിറ്റീവ് റിവ്യൂസ് കൊടുത്തിട്ടായത്. അപ്പോ അത്ര പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ നമ്മള് ഇരവാദവൽക്കരിക്കാൻ വേണ്ടിട്ട് പുള്ളി ഭയങ്കര ഇതാക്കണം. അതായത് പുള്ളിക്ക് ഇപ്പോഴും പുള്ളി റിയലൈസ് ചെയ്തിട്ടില്ല പുള്ളിന്റെ ലോക തോൽവിയാണ് ആക്ടിംഗ് എന്നുള്ള സാധനം. അതായത് ആരാണെങ്കിലും, ഇപ്പൊ ഞാനാണെങ്കിലും ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു സാധനം ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് നല്ലതും ചീത്തതും നമ്മളെ ആൾക്കാർ ചിലപ്പോൾ തെറി പറയും, കമന്റ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം പൈസ മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു OTT ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പൈസ നഷ്ടം ഉണ്ടാകില്ല, പക്ഷെ നമ്മുടെ സമയം നഷ്ടപ്പെടും, നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും സഹിച്ചുകൊണ്ടാണ് അവര് വേറെ എന്തെങ്കിലും സാധനം ചെയ്യുന്നതിന് പകരം ഈ ഒരു സാധനം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും മറ്റേ ക്രിറ്റിസിസം ഒക്കെ നേരിട്ടിട്ട് അങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ട്? അതെങ്ങനെങ്കിലും ഇതുപോലെ പോകുന്നുണ്ടായില്ല. അങ്ങനെ ഈ പ്രേതന്റെ ഒരു സീൻ ഏതൊരു ഫേസ്ബുക്ക് പേജ് റീസെന്റ് ഇങ്ങനെ ഒരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ട സമയത്ത് അതിനകത്ത് ഒരാൾ കമന്റ് ഇട്ടേക്കാം, അതായത് ആ വില്ലനാണൊക്കെ പ്രശ്നം, ബാക്കി എല്ലാ പടം ഒക്കെയാണെന്നുള്ളത്, ആ രീതിയിൽ. അപ്പൊ പുള്ളി അത് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ. കാര്യം പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്തിനാണെങ്കിൽ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തവനൊക്കെ പിടിച്ചിട്ട് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ്, ഞാൻ നിങ്ങളുടെ സമയത്തിനും പൈസയ്ക്കും ഡാറ്റയ്ക്ക് ഞാൻ വാല്യൂ കൽപ്പിക്കുന്നു, എന്താണ് എന്റെ കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ അടുത്ത പടത്തിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ നന്നാക്കാൻ ശ്രമിക്കാം. അതാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കാര്യം നമ്മള് ചത്ത കുട്ടിയുടെ ജാതകം നോക്കണ്ടെന്ന് പറയണ ഒരു, നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് 10 പേരുണ്ടെങ്കിൽ 10 പേരും അതിനെ പല രീതിയിലായിരിക്കും, ഡിഫറെന്റ് ആംഗിളിലായിരിക്കും നോക്കിക്കാണുണ്ടാവുക. അത് ചിലപ്പോൾ ചിലര് ക്രിട്ടിസൈസ് ചെയ്യും, ചിലര് മര്യാദയ്ക്ക് പറയും, ചിലര് എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ പറയും, ചിലര് നമ്മളൊരു പരിമിതിയെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാം നല്ലതെന്ന് പറയും. അപ്പൊ എന്താണെങ്കിലും നമ്മള് ആ രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് റേറ്റിംഗ് ചെയ്യുക. ഇപ്പൊ ഇപ്പൊ ഒരു 10 പേര് നമ്മളോട് നല്ലതാന്ന് മാത്രം പറയുകയാണെങ്കിലും നമ്മളൊന്ന് റേറ്റിംഗ് ചെയ്യാം, ഇതിപ്പം കളിയാക്കിയതാണോ മര്യാദയ്ക്ക് പറഞ്ഞാണോ എന്നുള്ളത്. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല, നമ്മൾ എന്തൊരു സാധനവും നമ്മള് അഭിപ്രായം പറയുമ്പോൾ, ഇപ്പൊ നാള് മറ്റേ റീലോഡിന്റെ ചാനലിൽ റീലോഡ് പറഞ്ഞൊരു സാധനമാണ്. അതായത് രാവിലെ അമ്മ ഉപ്മാവ് ഉണ്ടാക്കി തരുന്നു, ഉപ്പില്ലാത്തൊരു ഉപ്മാവ് ഉണ്ടാക്കി തന്നു, ഞാനത് നല്ലതെന്ന് പറഞ്ഞിട്ട് തിന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് തന്നെയല്ലേ കിട്ടുള്ളൂ. നേരെ കുറച്ച് ഇതിനകത്ത് ഉപ്പ് കുറവായിരുന്നു, ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ എനിക്ക് ഉപ്പുള്ള ഉപ്മാവ് കിട്ടൂല്ലേ എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇതിന്റെ കാര്യം എന്ന് പറയുമ്പോഴേ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ 2 രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഒരാളെടുത്ത് ചിലപ്പോ നമ്മൾ പറയുന്നത് ഓക്കെ ഉപ്പ് കുറവായിരുന്നു എന്ന് പറയുമ്പോ ആ ശരി മോനെ ഞാൻ മാറ്റിത്തരും, നമുക്ക് സെറ്റ് ആക്കാട്ടോ, അത് ഇന്ന പോലെ കുറഞ്ഞു പോയത് അതുകൊണ്ട് പറയും. രണ്ടാമത്തെ ആളുടെ അടുത്താണ് വേറൊരു ആംഗിൾ നോക്കി കൂടെ കാണുന്ന ഒരാളുടെ അടുത്ത് അമ്മ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി രാവിലെ. ഈ സാധനമാണ് മറ്റേ താടികാരൻ പ്രൊഡ്യൂസർ പറഞ്ഞത്. അതായത് ഈ കഥ എഴുതിയത് ഈ ചങ്ങായി തന്നെ, മറ്റേ തിരക്കഥ എഴുതിയ ഈ പുള്ളിയും എന്റെ ഡയറക്ടറും കൂടിയാണ്. ഈ പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തതും. അപ്പൊ ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇയാൾ ചെയ്യാൻ പോണ സാധനം കേൾക്കണം. അതായത് പുള്ളി ആ പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് കുറച്ചൊക്കെ ഞാൻ കണ്ട്. അപ്പൊ കുറച്ച് അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഈ പടം ഇവരെന്ത് ചെയ്യുക, ക്ലൈമാക്സ് ഇവര് വെളിപ്പെടുത്തി എന്നാ പറഞ്ഞത്. എന്ത് വെളിപ്പെടുത്തി? എനിക്കൊരു ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ക്ലൈമാക്സ് വെളിപ്പെടുത്തിയോണ്ട് തന്നെ ഇത് റീഷൂട്ട് ചെയ്തുകൊണ്ട് ഇനി മറ്റേ റീ റിലീസ് ചെയ്യാൻ പോവാ. അതായത് ക്ലൈമാക്സിന്റെ പോർഷൻ മാത്രം റീഷൂട്ട് ചെയ്യുക, എന്നിട്ട് റീ റിലീസ് ചെയ്യുക. മറ്റേ ക്ലൈമാക്സ് വെളിപ്പെടുത്തിയത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ക്ലൈമാക്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തറിയോ, ആ ഷൈറ്റം ചക്കമാണെന്ന് തോന്നുന്നു മറ്റേ മുറുക്കാൻ ചവയ്ക്കുന്നത്, അതൊരു ഫ്രഷ് സാധനമായിരുന്നു. അതൊക്കെ അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? മോശമായിട്ടുള്ളൊരു കാര്യം. വിക്രം സിനിമയിൽ സൂര്യ വില്ലൻ റോളിൽ വന്നിട്ട് അതുവരെ കാമിയ റോൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ സോഷ്യൽ മീഡിയ പേജിലൂടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇവിടെ മറ്റേ ആൾക്കാർ പറഞ്ഞു. അപ്പൊ അതിലും വലുതൊന്നുമല്ല, മറ്റേ ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാം.
ഓൾറെഡി 13-ാം തീയതിയോ 10-ാം തീയതി അങ്ങോട്ട് റിലീസായ പടം 4-5 ദിവസം കൊണ്ട് ഇത് മാറ്റി. അവര് പറയുന്ന അവര് തിയേറ്ററിൽ നിന്ന് മാറ്റിയെന്ന്. അവര് തിയേറ്ററിൽ നിന്ന് മാറ്റിയൊന്നുമല്ല, തിയേറ്റർ ഒഴിവാക്കാൻ പറഞ്ഞായിരിക്കും. കാര്യം അവര് തന്നെ പറയുന്നുണ്ട് എന്ത് ഫസ്റ്റ് ഷോയ്ക്ക് ഇവര് ബുക്ക് മൈ ഷോയില് ബുക്ക് ചെയ്ത് അത്രയും ടിക്കറ്റ് ആൾക്കാർ വന്നില്ല. അപ്പൊ അവര് വിളിച്ച ആൾക്കാർ തന്നെ വന്നിട്ടുണ്ടാവില്ല. സാധാരണ നമ്മൾ ഏത് പൊട്ടപ്പടാണെങ്കിലും പ്രിവ്യൂ ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് ദിവസം വനിതാ തിയേറ്ററിന്റെ മുമ്പിൽ കുറെ മാധ്യമക്കാർ തമ്പടിച്ച് വെക്കും. ഇറങ്ങി വരുന്നവർ മൊത്തം ഇവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും. ഉഗ്രം പടമാണ്, സൂപ്പർ പടമാണ്. ഏത് പൊട്ടപ്പടാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് സത്യം പറഞ്ഞ പ്രേക്ഷക റെസ്പോൺസ് എന്ന് പറഞ്ഞത്. പക്ഷെ അത് റിയൽ പ്രേക്ഷകരാവണമെന്നില്ല. പിന്നെ ഇതിന് മീഡിയ ഓണിന്റെ ഒരു കോമഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ ഇവരുടെ പരിപാടിയിൽ ഇവര് പറഞ്ഞ എന്താണ്, ഇതിന് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. അവര് പറയണ്ട, അത് വേറെ കാര്യം. പ്രൊഫഷണൽ റിവ്യൂ എന്ന് പറയുന്നത് പ്രൊഫഷണൽ റിവ്യൂ ഇങ്ങനെയല്ല. മറ്റേ ഏതൊക്കെ ഒരു നിരൂപകന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയായിരുന്നു നല്ലത്, പണ്ട് ഇന്ത്യ മിഷനിൽ മറ്റേ വേറൊരു പുള്ളി ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അവര് വേറൊരാള് ചെയ്ത് അതുപോലെ ചെയ്യാനാണെങ്കിൽ പിന്നെ അവർക്ക് തുടങ്ങിയാൽ പോലെ. ഇവരുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇവര് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, കാലഘട്ടം ഡിമാൻഡ്. ഇപ്പൊ ഞാൻ പറയട്ടെ, മറ്റേ ടി.പി. ശാസ്ത്രമംഗലം എന്ന് പറഞ്ഞിട്ട് ഒരു ഗാന നിരൂപകനുണ്ട്. പുള്ളിയുടെ പണ്ടൊക്കെ പുള്ളി എന്ത് തള്ളിയാലും ആൾക്കാർ വലിയ സംഭവം എന്ന് പറയുന്നു. ഇപ്പൊ പുള്ളി കൃഷ്ണ മറ്റേ അജു വർഗീസ് പാടി പാട്ടിനെ പുള്ളി മാമൻ എന്നൊക്കെ വിളിക്കോ തിരുവനന്തപുരത്ത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ എന്തൊക്കെയോ, അതായത് തൊട്ടനും പിടിച്ചതിനൊക്കെ പുള്ളിക്ക് കുറ്റം. അപ്പൊ അങ്ങനെ പറഞ്ഞ് പുള്ളി വന്നപ്പോ പുള്ളിനെ എടുത്തു പിള്ളേര്. അന്ന് അയാള് ചെയ്തിരുന്ന അയാളുടെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അയാൾക്ക് വലിയ നമ്മുടെ കൊച്ചി പ്രദീപിന്റെ കളി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് അന്ന് അത് വേണമായിരുന്നു, അത് കാണണമായിരുന്നു, ആകാശവാണി ലെവലിൽ സാധനം കാണാമായിരുന്നു. ഇന്ന് ആൾക്കാർക്ക് ഇത് കാണണ്ട. അതെ, നോർമലായിട്ട് പറയാൻ പറ്റുന്നവരുണ്ടോ? ഇനിയിപ്പോ ആ നോർമലായിട്ട് കാണുന്നവരെ പാരലൽ യൂണിവേഴ്സിൽ നിന്നാണ് വിളിക്കുന്നെങ്കിൽ യെസ്, വി ആർ പാരലൽ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം അവര് പറഞ്ഞു, ജയിലർ പോലൊരു മലയാളത്തിലൊരു പടം ഇറങ്ങി. ജയിലർ ശാന്താറാം എന്ന് പറയുന്ന ഡ്രാമ ആർട്ടിസ്റ്റിനുള്ള ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. ആർക്ക് എന്ത് ട്രിബ്യൂട്ട് ആണെങ്കിലും എന്താണ്, ഒരു സാധനം എൻഗേജ്ഡ് ആവണം, എന്റർടൈനിങ് ആയിരിക്കണം. സിനിമയാണെങ്കിലും നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും എന്റർടൈൻ എല്ലാരും പറയും എന്റർടൈൻ ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ പറയണില്ല. അപ്പം എല്ലാ പടം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര സെന്റ് ആയിട്ടുള്ള ഒരു പടമാണെങ്കിൽ നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിക്കണം എന്ന് പറയാനില്ല, എൻഗേജ് ചെയ്യിപ്പിക്കണം. അങ്ങനെ എൻഗേജ് ചെയ്യാൻ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും പറ്റില്ലെങ്കിൽ ആർക്ക് എന്ത് ട്രിബ്യൂട്ട് കൊടുത്തിട്ടും കാര്യമില്ല. ക്രിറ്റിസിസം കാരണമല്ല അശ്വന്ത് കോക്കിന് പ്രൊവോക്ക് ആയത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്യാത്ത ഒരു ആരോപണം പുള്ളിക്കാരുടെ മേലെ ആരോപിച്ചു എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തത്. അവർക്കൊരു മേ ബി ഒരു ലോജിക്കലി ഒരു പ്രൂഫ് വെച്ചിട്ട് ഇത് ചെയ്യാമായിരുന്നു. ഇപ്പോ പുള്ളി ഇങ്ങനെ ഒരു ആരോപണം അവർ പറഞ്ഞു. ആ ആരോപണം പറയുമ്പോൾ തന്നെ താടിക്കാരൻ പറയുന്നുണ്ട് എനിക്ക് കൃത്യമായ വിവരം ഉണ്ട് എന്ന്. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അതായത് പുള്ളി കോൺഫിഡൻസ് ആയിട്ടാണ് അങ്ങനെയാണ് പുള്ളി പറയുന്നത്. അല്ലാതെ പുള്ളി അത് ഇങ്ങനെ ഒരാളെന്നെ വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ പുള്ളി ഔട്ട് ചെയ്തതിനു ശേഷം ഇന്നലെ ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു എക്സ്പ്ലനേഷൻ, മാധവ് സുരേഷിന്റെ എക്സ്പ്ലനേഷൻ മറ്റേ ന്യൂസ് സിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ആദ്യം ഞങ്ങൾക്കൊരു കോള് വന്നു, അത് പുള്ളിയുടെ പേര് പറഞ്ഞിട്ടാ വന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞങ്ങളിങ്ങനെ ടീമിൽ പറഞ്ഞു, അങ്ങനെ എങ്ങാനും വരുവാണെങ്കിൽ ഇനി അതൊന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതൊരു കോള് വന്നു, അത് റെക്കോർഡ് ചെയ്തു. അത് വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആളുടെയും പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താ ഈ നമ്പർ പുറത്ത്, ഇവർ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച കോളാന്നല്ലേ പറഞ്ഞത്. റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് അവരെ നമ്പർ ഔട്ട് ചെയ്യണം. നമ്പർ ഔട്ട് ചെയ്തിട്ട് പറയണം ഞങ്ങൾക്ക് ഇന്ന നമ്പറിൽ നിന്നാണ് വന്നത്. അതാ ഞാൻ പറയാം. ഇപ്പൊ വാഴ എന്ന് പറഞ്ഞ സിനിമ ഇതല്ല കേട്ടോ, ഇപ്പൊ 2 അല്ല 1 ഇറങ്ങിയ സമയത്ത് ഇവിടെ സിനി ഫയൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇവരേത് പടത്തിനും പൊക്കിയടിച്ചു വിടുക, ഇങ്ങനെ ആവശ്യമില്ലാതെ ബൂസ്റ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉള്ള ഒരു ഗ്രൂപ്പാണ് അത്. ഞാൻ ആദ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇറങ്ങി പോകുന്നത്. കാര്യം ഇവർക്ക് നമ്മളിപ്പോ ഒരു പടത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും സാധനം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അത് പിടിക്കൂല. കാര്യം ഇവർക്ക് എല്ലാരെയും ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവർക്ക്. അപ്പൊ ഇവര് അപ്രൂവൽ കിട്ടാനൊക്കെ ഭയങ്കര പാടാ. അന്നെങ്കിലും നമ്മൾ അങ്ങനെ ഇതാക്കണ, ഇവിടെ വേറെ പുറത്ത് സിനിമാ ഗ്രൂപ്പ് വേറെ ഇല്ല. അപ്പോ അങ്ങനെ ഒരു ഗ്രൂപ്പ് അവര് ബിജിറ്റ് എന്നൊക്കെ പറഞ്ഞ പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ ഇറങ്ങിയ സമയത്ത് ഇവര് വാഴ ടീം ഇവരെ വിളിച്ചിട്ട്, ഈ പടത്തിന്റെ ടീമിനെ കാര്യം താരതമ്യേന ചെറിയ പടമാണ്. അപ്പോ ഇവരിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പടം ഇങ്ങനെ ഞങ്ങള് ഇത്ര പൈസ തന്നില്ലെങ്കിൽ എന്തോ നെഗറ്റീവ് ഇടുന്നു എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു. അത് ബിപിൻദാസിന്റെ കോൺഫിഡന്റ് ആണ്. കാര്യം അയക്കറിയാം അയാൾ ചെയ്ത പടം എങ്ങനെയാണെന്നുള്ളത്. ഇട്ടോളാൻ പറഞ്ഞു. ഇവർ നെഗറ്റീവ് റിവ്യൂ തന്നെ സിനി ഫൈനലിന്റെ ഗ്രൂപ്പിലൊക്കെ വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആ ഗ്രൂപ്പിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ നോക്കാറില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഓൾറെഡി ലെഫ്റ്റ് ആണ്. ഫേസ്ബുക്കിൽ ഇപ്പൊ ഞാൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയണോ. ഞാൻ അങ്ങനെ എല്ലാ ഗ്രൂപ്പും നോക്കാറില്ല.
അപ്പൊ ഞാൻ എന്തായാലും ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ അറിഞ്ഞത് കുറെ നെഗറ്റീവ് റിവ്യൂസ് അതിനകത്ത് വന്നു. അത് എന്നിട്ട് ഇവര് തന്നെ അത് എക്സ്പോസ് ചെയ്തു. ആര് വിപിൻ ദാസ് ഇങ്ങനെ ഇന്ത്യ ടീം വന്നു എന്നുള്ള സാധനം അവര് തന്നെ അത് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനം ഓൾറെഡി ഇതാണ് അതിന്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരിത് എക്സ്പോസ് ചെയ്യണം. ആര് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി സിൻഫ്രൈൽ ഇത് ചെയ്തു, സിൻഫ്രൈൽ ചെയ്തിട്ടില്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല എന്ന്. അൾട്ടിമേറ്റ്ലി പറഞ്ഞു വന്നതുള്ളൂ. ഒന്ന് ആസ് എ കോക്കിന്റെ ഞാൻ അങ്ങനെ തന്നെ പറയാമല്ലോ, ഞാൻ പുള്ളിയുടെ എല്ലാ റിവ്യൂസും ഞാനിരുന്ന് കാണാറുണ്ട്. പുള്ളിനെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം, ഇവിടെ റിവ്യൂ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സിനിമ ആക്സസ് ആവുന്നില്ല, നെഗറ്റീവ് ആവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ട് മറ്റേ കടുവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ പോയി. പുള്ളി അത്ര നെഗറ്റീവ് കൊടുത്തായിരുന്നു, എനിക്ക് അങ്ങനെ തന്നെ തോന്നി. പുള്ളി വേട്ടയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പുള്ളി ഭയങ്കര നെഗറ്റീവാണ് കൊടുത്തത്, എനിക്ക് ആ സിനിമ ഓക്കെ ആയിരുന്നു, ഞാൻ തിയേറ്ററിൽ കണ്ട ആളാണത്. അപ്പോ ഭീഷ്മർവും പുള്ളി ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ആളാണ്, എനിക്ക് അത്രയ്ക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല. പക്ഷെ സാധാരണ നമ്മൾ അമൽ നീരദിൽ കാണുന്ന ഒരു സ്റ്റെപ്പ് എനിക്ക് ആ പടത്തിൽ തോന്നിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനം പറഞ്ഞു. ഇപ്പൊ സൗദി വെള്ളക്കാന്ന് പറഞ്ഞ പടം പുള്ളിക്ക് ഒട്ടും വർക്കാവാത്ത പടമായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഇത് കണ്ടു ഇത് റിവ്യൂ കണ്ടിട്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പുള്ളിയുടെ ചാനലിൽ 4-5 ലക്ഷം ആൾക്കാർ റിവ്യൂ കാണുന്നുണ്ട്. അതിലൊരു 2 ലക്ഷം ആൾക്കാർ പോയാൽ തന്നെ 150 ഉറുപ്പിക വെച്ച് ടിക്കറ്റിന് കൂട്ടി വരിക 300 കോടി രൂപയില്ലേ. അപ്പൊ എല്ലാ പടങ്ങളും ഇൻഡസ്ട്രി ഇട്ടാവുണ്ട്. പുള്ളി പോസിറ്റീവ് പറഞ്ഞ എല്ലാ പടങ്ങളും. ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോ ഏത് രീതിയിൽ ആവിഷ്കരിക്കണം എന്ന് ഒരാൾ വിചാരിക്കുന്ന പോലെ തന്നെ ഏത് രീതിയിൽ അഭിപ്രായം പറയണമെന്ന് അത് അവർ പറയുന്നവർ വിചാരിക്കും. അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ഫോക്കസിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത് മാത്രമാണ് റിവ്യൂ, അല്ലെങ്കിൽ ഒരുതരം ക്ലാസ്, ഒരു ടൈപ്പ് ഓഫ് വരേണ്യ വർഗത്തിന്റെ മാത്രം ഭാഷയാണ് റിവ്യൂ എന്നതിനപ്പുറത്തേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഒരാൾക്കുള്ളത് അതേ രീതിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അത് അയാളുടെ പെർസ്പെക്റ്റീവിൽ പറയും, അയാളുടെ രീതിയിൽ പറയും. ഇത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം പാടുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. അതിനകത്തൊരു അതിർവരം വിട്ടൂടെ. അപ്പം എന്താണെങ്കിലും അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.